നോക്കുക, ഈ കൊട്ടയില് ഒരുപാട് അക്ഷരങ്ങളുണ്ട്. ഒക്കെ നമ്മൾ പഠിച്ച അക്ഷരങ്ങളാട്ടോ, എല്ലാം നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ്. എല്ലാത്തിനും കൊടുത്തിട്ടുള്ളത് നമ്മൾ പഠിച്ച അടയാളങ്ങളാണ്. ഫത്ത്, കസ്റ്, ലമ്മ്, തൻവീൻ, ലമ്മ്, ഇങ്ങനെയുള്ള അടയാളങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വായിക്കാൻ കിട്ടുമോ? നിങ്ങൾക്ക് കിട്ടുമോ? നിങ്ങൾക്ക് കിട്ടാത്ത പുസ്തകം പറയും, തെറ്റ് ചെയ്തിട്ടോ. ഈ നീല നിറത്തിലുള്ള എന്താ? ബ. നീട്ടരുത് കേട്ടോ, ബാ പറയരുത്, ബ. വെള്ള നിറത്തിലുള്ളതോ? മ. പച്ച നിറത്തിലുള്ളതോ? ബുൻ. റോസ് നിറത്തിലുള്ളതോ? ദു. ദു. ഓക്കെ, ദു. ഇനി അതേ അക്ഷരം തന്നെ, പക്ഷെ കെസ്റാണ്. അപ്പൊ എന്താ പറയാ? കേട്ടില്ല, ഇവിടെ ഒന്നും കേൾക്കണില്ല. ദി. ഇതെത്താ? ആ. ഇതാ? ദ. ഇതാ? ഇത് ഇത് പച്ച. പച്ച. ഓ. വെള്ള. മി. നീല. ഇ. പച്ച. നീല. അപ്പോ ബ, മ, ബുൻ, ദു, ദി, അ, ദ, ഓ, മി, ഇ, ദ, മു. കുറേ അക്ഷരങ്ങൾ കൊട്ടിയിലുണ്ട് കേട്ടോ. ഇനി നമ്മളെ പണി എന്താ അറിയോ? ഇവിടെ ഇങ്ങനെ ഓരോരോ അക്ഷരങ്ങൾ പോയിട്ടുണ്ട്. ഇതിപ്പോ അദബുന്ന അതിലൊരു അക്ഷരം പോയിക്കോളും, മുണ്ടണ്ട കേട്ടോ. ഇവിടെ ഉമ്മുന്ന അവിടെ ഒരു അക്ഷരം കാണാനില്ല. മഹ്ദുൻ അവിടെ ഒരു അക്ഷരം കാണാനില്ല. ഇബറുൻ അവിടെ ഒരു അക്ഷരം കാണാനില്ല. ബൈത്തുൻ അവിടെ ഒരു അക്ഷരം കാണാനില്ല. ആ കാണാനില്ലാത്ത അക്ഷരങ്ങൾ ഇങ്ങനെ എടുത്തുകാണ്ട് ഇവിടെ എഴുതി കൊടുക്കേണ്ട പണിയാണ്. അപ്പോ കൊട്ടിയിൽ ഇങ്ങനെ നോക്കുക, അദബുൻ എന്നുള്ളതിൽ ഒരു അക്ഷരം ഇല്ലല്ലോ. ഏത് അക്ഷരം ഇല്ലാത്ത? അപ്പൊ ഇങ്ങനെ പോയി നോക്കുക, നിങ്ങൾ കൊട്ടിയിൽ എവിടെയാണ് എന്ന് പോയി നോക്കുക. ഇതാണോ? ഇതാണോ? അല്ല, അത് ദൂന്നല്ലേ. ഇതാ? അത് ദീന്നാണ്. ഞമ്മക്ക് വേണ്ടത് ഏതാണ്? ദാന, ദീന, ദൂന വേണ്ടത്. ഏതാണ്? ഇതാ? ഇതോ? ഏത്? ഏതിന്റെ പുറത്ത്? ഇതോ? ഇതോ? ആ, ഇതാണ് വേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ ആ ദാനം ഇങ്ങനെ കൊടുന്നിട്ട് ഇവിടെ ഇങ്ങനെ എഴുതി കൊടുക്കുക. ഇപ്പൊ എന്തായി? അദബുൻ. അദബുൻ. പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ഉണ്ടാവും കേട്ടോ. ആന്നുണ്ടാവും, ബുന്നുണ്ടാവും, നടുക്കത്ത് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എഴുതി കൊടുക്കേണ്ടി വരും. ഏത് എഴുതി കൊടുക്കുക? അദബുൻ. സൂപ്പർ. ഇനി ഇവിടെ ഉമ്മൻ എന്നുള്ളടത്ത് ഉമ്മുണ്ട്, ഒരക്ഷരം കാണാനില്ല. അവിടെ ഉണ്ടോ? ഇതാ? ആ, പച്ച. ഇതെത്താ വായിച്ച? അതിനെ നേരെ കൊണ്ടുപോയിക്കാണ്ട് ഇതിന്റെ അടുത്താണ് എഴുതി കൊടുത്താ മതി. ആ, ഇപ്പൊ എന്താ പറയാ? ഇപ്പൊ രണ്ടെണ്ണം ഉസ്താദ് എഴുതി കാണിച്ചു തന്നില്ലേ? നീ ഞാൻ കാണിച്ചു തരൂല. നിങ്ങൾക്ക് മഹ്ദു എന്നുള്ളതിന്റെ ഒരക്ഷരം പോയിട്ടില്ലേ? ഏതാ പോയിക്കണ്ട്? അത് നിങ്ങൾ എന്ത് ചെയ്യണം? അയിന്ന് കൊട്ടി നിർത്തുകയാണ് ഇവിടെ എഴുതി കൊടുക്കൂലേ? ഇബർ എന്നുള്ളതിൽ ഒരു അക്ഷരം പോയിട്ടില്ലേ? അത് നിങ്ങൾ കൊട്ടി കണ്ടോ? അയി നിർത്തുകയാണ് ഇവിടെ എഴുതി കൊടുക്കൂലേ? ബൈത്തു എന്നുള്ളൊരു അക്ഷരം പോയിക്കണു, അതും കൊട്ടിയിലുണ്ടോ? എവിടെ കൊട്ടിയില്? ആ, ഞാൻ കണ്ടു. അത് നിങ്ങൾ എഴുതിക്കും. ഇപ്പൊ രണ്ടെണ്ണം ഉസ്താദ് എഴുതി തന്നു കേട്ടോ, കാണിച്ചെന്നാണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇത് നിങ്ങൾ നോക്കിയാണ് എഴുതാനേ ഉണ്ടാവുള്ളൂ. എല്ലാം നിങ്ങൾ കൊട്ടിന്ന് എന്ത് ചെയ്യണം? നോക്കിയിട്ട് ആവശ്യമായ അക്ഷരങ്ങൾ ഉമ്മാര് തൊട്ട് കാണിച്ചു കൊടുക്കരുത്, വായിച്ചു കൊടുക്കുക. അദബുൻ എന്നിട്ട് കുട്ടി ഇതാ കണ്ടെത്തി എഴുതി കൊടുക്കട്ടെ. ഉമ്മൻ പറഞ്ഞു കൊടുക്കുക, ഊ കുട്ടി കാണണം. മഹ്ദുൻ പറഞ്ഞു കൊടുക്കുക, മ കുട്ടി കൊട്ടിന്ന് എടുത്ത് എഴുതണം. ഇബറുൻ ഈ കുട്ടി എന്താവണം? കൊട്ടിന്ന് എടുത്ത് എഴുതണം. ബൈത്തുൻ ബാ കുട്ടി എന്താവണം? കൊട്ടിന്ന് എടുത്ത് എഴുതണം. നിങ്ങൾ എടുത്ത് എഴുതൂലേ? കൊട്ടിയിൽ കുറേ അക്ഷരങ്ങൾ ഉണ്ടല്ലോ.
ആവശ്യമായത് ഏതേലും കൊണ്ടു കൊടുക്കാൻ പറ്റുമോ? ഏതേലും കൊണ്ടു കൊടുക്കാൻ പാടില്ല. ഇപ്പൊ ബൈത്ത് എന്നുള്ളതിന് ബുൻ കൊടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല. ബൈത്ത് എന്നുള്ളത് ബാ തന്നെ കൊടുക്കണം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് പിന്നെ അതിന്റെ അടിയിൽ 5 നമുക്ക് ഉറക്കനെ വായിച്ചാണ്ട് നിങ്ങൾക്ക് ഉറച്ചുണ്ടോ നോക്കാൻ വേണ്ടിട്ട് കേട്ടോ, ഉറക്കനെ വായിക്കാനായിട്ടോ. അദബുൻ ഇബറുൻ ബൈത്തുൻ മഹ്ദുൻ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറക്കനെ വായിക്കണം. ഇതെല്ലാ അക്ഷരവും പഠിച്ചാത്തതുകൊണ്ട് ഇത് ഞാൻ എഴുതാൻ പറഞ്ഞില്ല. പക്ഷെ നാളെ എനിക്ക് തൊട്ട് കാണിച്ചെന്നാൽ വായിച്ചു തരുമോ? നാളെ ഞാനിതൊരു പേപ്പറിൽ എഴുതി കൊണ്ടൊരു കാറ്റാക്കിയിട്ട് നിങ്ങൾ വെച്ച് പറഞ്ഞില്ലേ. ഇതിപ്പോൾ രണ്ടും നമ്മൾ പഠിച്ച അക്ഷരമാണ്, ഇത് നമ്മൾ പഠിച്ച അക്ഷരമാണ്. ഇതിൽ നമ്മൾ പഠിക്കാത്ത അക്ഷരമുണ്ട്, ഇതിലും പഠിക്കാത്ത അക്ഷരമുണ്ട്. ഇത് നമ്മൾ പഠിച്ചതാണ്. അപ്പം ഇത് എഴുതണ്ട, ഇതിലുള്ള അക്ഷരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചേർത്തി കൊടുക്കുക. പാഠപുസ്തകത്തിലാട്ടോ ഉമ്മാര് ഈ ഭാഗമാണ് ഇത് ചെയ്യേണ്ടിട്ടോ. കൊട്ടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുക, ശരിയായ അക്ഷരങ്ങൾ എഴുതി കൊടുക്കുക. പക്ഷെ അല്ല താഴത്തത് വായിച്ച് പഠിക്കുക. നാളെ ഇതുപോലെ ഞാൻ കാർഡിൽ എഴുതി കൊണ്ടുവരും. എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? വായിച്ചേണ്ടി വരും കേട്ടോ. പക്ഷെ അല്ല വായിച്ചു തരൂലേ? ഓക്കെ. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ പറയുക, 4 പേരുണ്ട് ഇവിടെ. നിങ്ങൾ കണ്ട 4 പേര്. ഒന്നാമത്തത് ബൈത്തുൻ മഹ്ദുൻ ഇബറുൻ ദൽവുൻ. ഇത് നിങ്ങൾക്ക് കളർ കൊടുക്കാനുള്ളതാണ്. ഇതിൻ്റെ ഒക്കെ ചിത്രങ്ങൾ ഇവിടെ ഉണ്ടാകും. ബൈത്ത് പറഞ്ഞാൽ എന്താ? ബക്കറ്റാ? ബൈത്ത് പറഞ്ഞാൽ എന്താണ്? വീട്. മഹ്ദു എന്ന് പറഞ്ഞാലോ? തൊട്ടി. ഇബറു എന്ന് പറഞ്ഞാലോ? സൂചി. ദൽവു എന്ന് പറഞ്ഞാലോ? അപ്പൊ ഉമ്മാര് ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ, ഇത് കളർ കൊടുക്കുമ്പോൾ ഈ എഴുത്തിന്റെ നിറം എന്താണോ ആ നിറമാണ് ചിത്രത്തിന് കൊടുക്കേണ്ടത്. അപ്പൊ ബൈത്തുൻ ഏത് കളറാ നിങ്ങൾ പറഞ്ഞതാണ്? ഏതാണ്? പച്ച. അപ്പൊ നിങ്ങൾ വീടിന് കൊടുക്കേണ്ടത് ഏത് കളറാ? ഏത് കളറാണ്? പച്ച കൊടുക്കണം. വീടിന് പച്ച കൊടുക്കണം. മഹ്ദ് എന്ന് പറയുമ്പോ ഏത് കളറാ? വയലറ്റ് ആണല്ലേ. അപ്പൊ മഹ്ദ് പറഞ്ഞാൽ എന്താ? അപ്പൊ മഹ്ദ് നിങ്ങൾ കളർ കൊടുക്കുമ്പോ ഏതാണ്? വയലറ്റ് കളർ കൊടുക്കണം. ഓക്കെ. ഇബർ എന്ന് പറയുമ്പോ ചിത്രം ഏതാണ്? ഇബർ പറഞ്ഞാൽ എന്താ? സൂചി. അപ്പൊ നിങ്ങൾ സൂചിക്ക് ഏത് കളറാ കൊടുക്കണ്ടേ? മഞ്ഞ കൊടുക്കണം. കണ്ടോ? ഈ എഴുത്തിന്റെ കളർ ഏതാണോ അതാണ് ചിത്രത്തിന് കൊടുക്കേണ്ടത്. ദൽവു എന്ന് പറയുമ്പോ ഏതാ കളറ്? ചുവപ്പ് അല്ലെ റോസ് അല്ലേ? അതാണ് നിങ്ങൾ ആർക്ക് കൊടുക്കേണ്ടത്? ആർക്ക് കൊടുക്കേണ്ടത്? ദൽവിന് കൊടുക്കേണ്ടത്. അല്ലാത്ത കളർ കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ ബൈത്തുൻ പച്ചയാണ്. പച്ചക്ക് വീട് കണ്ടെത്തിയിട്ട് അതിന് പച്ച കളർ കൊടുക്കുക. മഹ്ദുൻ വയലറ്റ് ആണ്. മഹ്ദിന്റെ ചിത്രത്തിന് വയലറ്റ് കൊടുക്കുക. ഇബറുൻ മഞ്ഞയാണ്. സൂചിന്റെ ചിത്രത്തിന് ഇബർ എന്നുള്ള മഞ്ഞ നിറം കൊടുക്കുക. ദൽവു എന്നുള്ളതിന് ബക്കറ്റ് ചുവപ്പ് നിറം കൊടുക്കുക. ഓക്കെ. കളർ മാറുമോ? ഇല്ല. ഇങ്ങനെ കളർ മാറാതെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടാതെ നല്ല വൃത്തിയിൽ കൊടുക്കുന്ന ആൾക്കാർക്ക് സ്റ്റാർ ഒട്ടിച്ചു തരും. ഓക്കെ.